നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയ ത്തിൻ്റെ ഭാഗങ്ങൾ ചെയ്ത് പറയാമെന്ന് കരുതുകയാണ്. നമ്മളിപ്പോൾ 14ാമത്തെ ദശകമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു 3 ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് അതായത് കപിലാവതാരമാണ് ഈ ദശകത്തിലെ പ്രധാനമായ ഒരു സംഭവം. ബ്രഹ്മാവിൻ്റെ പുത്രനായ മനുവിൻ്റെ മകനായ കർദമൻ, ആ കർദമൻ്റെ ഭാര്യയായി മനുവിൻ്റെ പുത്രൻ ശതരൂപയെ കൊടുക്കുകയാണ് കർദമ പ്രജാപതിക്ക്. അങ്ങനെ കർദമ പ്രജാപതിക്ക് മനുവിൻ്റെയും ശതരൂപയുടെയും മകളായ ദേവഹൂതിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതീവ സുന്ദരിയാണ് ദേവത. ആ ഭാഗങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് നാരായണീയത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാഠഭാഗത്തിലേക്ക് പോകാം. 14ാമത്തെ ദശകം 4ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിക്കാനും വ്യാഖ്യാനിക്കാനും ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത്, അതായത് കർദമൻ ഏത് രൂപത്തിലാണോ ഹരിയെ നമ്മൾ ധ്യാനിക്കുന്നത്, ആ രൂപത്തിൽ തന്നെ ഹരി നമുക്ക് പ്രത്യക്ഷപ്പെടും. ഇവിടെ ഗരുഡൻ്റെ പുറത്തേറി കാളമേഘത്തിൻ്റെ മനോഹാരിതയുള്ള അതീവ സുന്ദരനായിട്ട് കയ്യിലാണെങ്കിൽ ഒരു കളിത്താമരയും കൈപിടിച്ചുകൊണ്ടാണ് ഭഗവാൻ കർദമൻ്റെ മുൻപിൽ രൂപമാണ് ഇവിടെ പ്രത്യക്ഷമായതെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാളിയമർദ്ദനം മനസ്സിൽ കരുതുന്നവർക്ക് കാളിയമർദ്ദനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ കാണാം. ആലിലക്കണ്ണനെ ധ്യാനിക്കുന്നവർക്ക് ആലിലക്കണ്ണനെ കാണാം. ഗോപബാലനെ ധ്യാനിക്കുന്നവർക്ക് ഗോപബാലനെ കാണാം എന്നൊക്കെയാണ് മുനിമാരുടെ ഒരു അഭിമതം. അപ്പോൾ അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ ഇങ്ങനെ കർദമനെ പ്രത്യക്ഷപ്പെട്ട് കർദമനെ അനുഗ്രഹിക്കുന്നു. ഈ ഭഗവാൻ അപ്രത്യക്ഷമായി അധികം കഴിയുന്നതിന് മുൻപായിട്ട് സ്തുവതോ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോ ഭൂ. എന്താ പറയുന്നത്? സ്തുവതോ പുളക വൃതായ തസ്മിൻ. സ്തുതിക്കുന്നവന് പുളകം നൽകുന്ന, ആനന്ദപുളകം കൊള്ളുന്നവനുമായിട്ടുള്ള കർദമന് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ അദ്ദേഹം രോമാഞ്ചം കൊള്ളും, ആനന്ദ പുളകം കൊള്ളുന്നതുമായ മനുപുത്രീം ദൈത, മനുവിൻ്റെ മകളായ ദേവഹൂതി. ആ മകളുടെ പേര് ദേവഹൂതി എന്നാണ്. മനുവിൻ്റെ ഭാര്യയുടെ പേര് പട്ടമഹിഷിയുടെ പേര് ശതരൂപ, പത്നിയായിട്ട് നൽകുകയാണ്. അങ്ങനെ കർദമനും ദേവഹൂതിയും തമ്മിലുള്ള ആ വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ നവപുത്രി, നവം എന്ന് പറഞ്ഞാൽ 9 പുത്രിമാരുണ്ടായി. അതീവ സുന്ദരികളായ, ദേവഹൂതിയോ സുന്ദരി, അതീവ സുന്ദരികളായ 9 പെൺകുട്ടികളുണ്ടായി, കന്യകമാരുണ്ടായി. അഭിസ്വമേവ കപിലം സുതം ച. അത് കഴിഞ്ഞിട്ടോ പിന്നീട് സുതം, ഒരു സുതനുണ്ടായി, ഒരു പുത്രനുണ്ടായി. അതാരാ? ത്വമേവ, അങ്ങ് തന്നെ എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ കർദമനെ കപിലൻ എന്ന പേരിൽ പുത്രനായിട്ട് ജനിച്ചു. പശ്ചാത് സുഗതിം ച അഭി അനുഗ്രഹ്യ നിർഗത. ഒടുവിൽ മോക്ഷത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് മറയുകയും ചെയ്തു. കർദമന് മോക്ഷം അനുഗ്രഹിച്ചു. 9 പുത്രിമാരെയും താൻ തന്നെ പുത്രനായിട്ട് കപിലൻ എന്നൊരു പുത്രനെ അത് കഴിഞ്ഞ് മോക്ഷവും അനുവദിച്ചുകൊണ്ട് മറയുകയും ചെയ്തു. മനു തന്നെ എന്നിട്ട് കർദമനെ സമീപിക്കുകയാണ്. ഇത്രയാണ് അനുഗ്രഹിച്ചത്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി വന്ന് ഭഗവാൻ വന്നിട്ട് അനുഗ്രഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മനു തന്നെ ഈ ശ്ലോകത്തിൽ സ്തുവതോ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗ്രഹ്യ നിർഗുദോ ഭൂ.
സ്തുതിക്കുന്നവനും ആനന്ദപുളകം കൊള്ളുന്നവനുമായ കർദമന് മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായിട്ടും അവളിൽ 9 പുത്രിമാരെയും ഭഗവാൻ തന്നെ നിന്തിരുവടി തന്നെ കപിലൻ എന്ന പേരിൽ ഒരു പുത്രനായിട്ടും ഒടുവിൽ മോക്ഷവും കൂടി അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങ് മറയുകയും ചെയ്തു. നമുക്ക് ഈ ഭാഗം, ഈ ശ്ലോകം പരിഭാഷയിൽ എങ്ങനെ വരും എന്ന് നോക്കാം. സ്തുതി ചെയ്തു കർദമനും വരം നൽകി ഭഗവാനും. സ്തുതിച്ച് കർദമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ കർദമന് വരം നൽകി. എന്താണ് വരം നൽകിയത്? ദേവഹൂതി കർദമനു പ്രിയതമയായി. മനുവിൻ്റെയും ശതരൂപയുടെയും മകളായ ദേവഹൂതി പ്രിയതമയായിട്ട്, ഭാര്യയായിട്ട് വരുമെന്നും 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭവാൻ. വരത്തിൽ കർദമനെ അനുഗ്രഹിച്ചുകൊണ്ട് 9 പുത്രിമാരുണ്ടാകും. മനുവിൻ്റെ മകളായ ദേവഹൂതിയെ വിവാഹം ചെയ്യും. അവളിൽ 9 പുത്രിമാരുണ്ടാകും. ഭഗവാൻ തന്നെ മകനായി കപിലൻ എന്ന പേരിൽ ജനിക്കുകയും ചെയ്യും. അതിനുശേഷം കർദമൻ മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭവാൻ കപിലൻ എന്ന പുത്രനായിട്ടവതരിച്ചു. അങ്ങനെ കപിലൻ എന്ന പേരുള്ളൊരു പുത്രനായിട്ട് അവതരിക്കാനുള്ള അനുഗ്രഹവും നൽകിക്കൊണ്ടാണ് ഭഗവാൻ അപ്രത്യക്ഷനായത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. സമനുശതരൂപയാ മഹിഷ്യ. അനുഗ്രഹം കിട്ടിക്കൊണ്ടായില്ലല്ലോ, ആ കാര്യം നടപ്പിലാവണ്ടേ. അപ്പോൾ അതിന് മനു തന്നെ കർദമനെ സമീപിക്കുകയാണ്. തൻ്റെ മകളെയും കൊണ്ട് അവിടെ ചെന്ന് വിവാഹം ചെയ്തു കൊടുക്കുക. സമനു, ആ മനു ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന പട്ടമഹിഷിയോടുകൂടി ഗുണവത്യാസുതയാ ച ദേവഹൂത്യ, ഗുണവതിയായ ദേവഹൂതി എന്ന തൻ്റെ മകളെയും കൊണ്ട് ഭവതീരിതി നാരദോപദിഷ്ട സമകാത്കർദമമാഗതി പ്രതീക്ഷം. ഗുണവതിയായ ദേവഹൂതി എന്ന മകളെയും കൂടി വരവും കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും നാരദമുനിയുടെ ഒരു ഉപദേശവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കർദമൻ ദേവഹൂതിയെ വേൾക്കുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വേദരീതി നാരദോപദിഷ്ട, നിന്തിരുവടിയിൽ പ്രേരിതനായ നാരദ മഹർഷി ഉപദേശിച്ച വിധത്തിൽ സമനു ശതരൂപയാ മഹിഷ്യ, ആ സ്വയംഭൂവ മനു ശതരൂപ എന്ന തൻ്റെ വട്ടമഹിഷിയോടുകൂടിയും ഗുണവത്യ ദേവഹൂത്യ സുതയാച്ച, ഗുണവതിയായ ദേവഹൂതി എന്ന തൻ്റെ മകളോടുകൂടിയും കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയും ആഗതി പ്രതീക്ഷം കർദമം സമാഗാത്, വരവും കാത്തിരിക്കുന്ന കർദമൻ്റെ, ദേവഹൂതിയെയും കൊണ്ട് മനു വരുന്നതും കാത്തിരിക്കുന്ന കർദമൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ ശ്ലോകം ഒന്നുകൂടെ പറയാണ്. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാസുതയാ ച ദേവകൂത്യ ബദരീദിത നാരദോപദിഷ്ട സമഗാത് കർദമമഗതി പ്രതീക്ഷ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷയും കൂടി നോക്കാം. നാരദമാമുനീന്ദ്രൻ്റെ പ്രേരണയാൽ മനു തൻ്റെ ശതരൂപയെന്ന പട്ടമഹിഷിക്കൊപ്പം, നാരദ മഹർഷി മനുവിനെ ചെന്ന് ഉപദേശിച്ചതനുസരിച്ച് സ്വയംഭൂവ മനു തൻ്റെ പട്ടമഹിഷിയായ ശതരൂപ എന്ന പട്ടമഹിഷിയോടുകൂടി ദേവഹൂതി എന്ന തൻ്റെ മകളുമായി സസന്തോഷം
കർദമൻ്റെ സവീതത്തിൽ വന്നു ചേർന്നല്ലോ. തൻ്റെ മകളെയും കൊണ്ട് കർദമൻ്റെ സമീപത്തിൽ വന്നു ചേർന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. മനുനോപഹൃതം ച ദേവകൂതി തരുണീരത്നമവാപ്യ കർദമോസവോ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. അതായത് അസൗ കർദമ, ഈ കർദമനാകട്ടെ ആ സമയത്ത് എന്താ ചെയ്തത്? മനുന ഉപഹൃതം, മനു ആദരവോടെ, ഉപഹൃതം എന്ന് പറഞ്ഞാൽ ആദരവോ, മനു എന്ന സ്വയംഭൂവ മനു ആദരവോടുകൂടി തരുണീരത്നം ദേവഹൂതിം അവാപ്യ, അവിടെ കൊണ്ടു ചെന്ന് വേളി കഴിച്ചു കൊടുത്ത ആ ഭാര്യയോടുകൂടി തരുണീരത്നം ദേവഹൂതി എന്ന് പറയുന്ന അതീവ സുന്ദരി, സുശീല, സൗശീല്യമുള്ളവൾ, ധാരാളം ധനസമ്പത്തുള്ളവളായ ആ ദേവഹൂതിയെ കിട്ടിയിട്ട് എന്തു ചെയ്തു? ഭവദർശന നിർവൃത അഭി, ഭഗവത് ഭജനം കൊണ്ട് സംതൃപ്തിയടഞ്ഞവനാണെങ്കിലും അദ്ദേഹം കർദമൻ ഒരുപാട് കാലം ഭഗവാനെയൊക്കെ ചിന്തിച്ച് തപസ് ചെയ്യുന്നത് പോലെയൊക്കെ ജീവിച്ചവനാണെങ്കിൽ തന്നെയും ദൃഢശുശ്രൂഷണയ തസ്യം പ്രസാദം ദദൗ, ഈ ദേവഹൂതി തൻ്റെ ഭർത്താവിനെ അങ്ങോട്ട് ശുശ്രൂഷിക്കുകയാണ്. ഭർത്തൃശുശ്രൂഷയിൽ പ്രസന്നനായിട്ട്, ദേവഹൂതിയുടെ ശുശ്രൂഷയിൽ പ്രസന്നനായിട്ട്, അവ്യാജമായിട്ടുള്ള ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസന്നനായി ഭവിച്ചു. ദേവഹൂതിയുടെ ശുശ്രൂഷ, ആ ഭർത്തൃപാദമുള്ള ശുശ്രൂഷ വളരെ ഹൃദ്യമായിരുന്നു. ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർത്തൃപ്രീതി സമ്പാദിക്കേണ്ടതെന്ന ഒരു ഉപദേശം കൂടെ ഈ വരികളിലൂടെ ധ്വനിക്കുന്നുണ്ട്. അപ്പോൾ കർദമൻ മനു ആദരവോടുകൂടി സുശീലയായ സമ്പന്നയായ തൻ്റെ മകളായ ദേവഹൂതിയെ കർദമന് വേളി കഴിച്ചു കൊടുത്തു. ആ വേളി പത്നിയുമായിട്ട് കർദമൻ ഭാര്യയുടെ ശുശ്രൂഷ കൊണ്ട് വളരെ തൃപ്തനായിട്ട് അങ്ങനെ ജീവിക്കുകയും ചെയ്തു. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കുകയാണ്. മനുനോപഹൃതം ച ദേവഹൂതി, മനു ഉപഹൃതം, മനു ഉപഹൃതം എന്നാണ് മനുനോപഹൃത. ഉപഹൃതം ആദരവോടെ നൽകുന്നത് എന്നുള്ളൊരർത്ഥമാണ്. മനുനോപഹൃതം ച ദേവഹൂതി തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർശന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ദേവഹൂതിയിൽ അങ്ങനെ വളരെ പ്രസന്നനായി എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ നമുക്കൊന്ന് നോക്കാം. വിഷ്ണുവിൻ്റെ ഭജനത്താൽ സംതൃപ്തനായി കർദമനു ഏറെക്കാലം വിഷ്ണുവിനെ തപസ് ചെയ്ത് കീർത്തനങ്ങൾ പാടി അങ്ങനെ ഭജനം ചെയ്ത ആ കർദമന് വനിതാരത്നമായിടും ദേവഹൂതിയെ, വനിതകളിൽ രത്നമായി വിളങ്ങുന്ന, അതായത് സുശീലയായ സുന്ദരിയായ ദേവഹൂതിയെ സ്വീകരിച്ചു. അവളുടെ ഭക്തിഭാവപൂർണമായ ആ ദേവഹൂതിയെ അങ്ങ് വേളിയഴിച്ചു കൊടുത്തപ്പോൾ സ്വീകരിച്ചു. മാത്രമല്ല അവളുടെ ആ ഭക്തിഭാവപൂർണമായ ശുശ്രൂഷയാലേറെ പ്രസന്നനായി ഭവിച്ചു. അങ്ങനെ കർദമൻ സദാ പ്രസന്നനായി ഭവിച്ചു. വിഷ്ണുവിൻ്റെ ഭജനത്താൽ സംതൃപ്തനാം കർദമനോ വനിതാരത്നമായിടും ദേവഹൂതിയെ സ്വീകരിച്ചു. അവളുടെ ഭക്തിഭാവപൂർണമായ ശുശ്രൂഷയാലേറെ പ്രസന്നനായി ഭവിച്ചു. അങ്ങനെ കർദമൻ എല്ലാം കൊണ്ടും ദാമ്പത്യ ജീവിതം വളരെ
ആസ്വദിച്ചു എന്ന് പറയാം. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ട് മനസ്സിരുത്തി ശുശ്രൂഷിക്കുകയാണെങ്കിൽ അവളിൽ ഭർത്താവ് പ്രീതനാകുക, സന്തുഷ്ടനാകുക എന്നുകൂടി ഒരു ധ്വനി ഈ വരികളിലുണ്ട്. സപുനസ്തദുപാസന പ്രഭാവ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദേവപദേഷു ദേവഹൂത്യ. എന്താ ഇവിടെ പറഞ്ഞ സപുന തദുപാസന പ്രഭാവാത്. കർദമനാകട്ടെ പിന്നീട് നിന്തിരുവടിയെ അങ്ങയെ ത്വദുപാസന ഉപാസന അങ്ങയെ വീണ്ടും വീണ്ടും ആരാധിച്ചുകൊണ്ട് കിട്ടിയ ആ മാഹാത്മ്യത്തിൽ ദയിതാകാമകൃതേ പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ചൊരു വിമാനം. അദ്ദേഹം തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പ്രിയതമയോടുകൂടി എല്ലാ ദേശങ്ങളും സഞ്ചരിക്കാൻ വേണ്ടി ഒരു വിമാനം അങ്ങ് നിർമ്മിച്ചു. അങ്ങനെ പ്രിയതമയുടെ ഇഷ്ടത്തിനായിട്ട് നിർമ്മിച്ചൊരു വിമാനത്തിൽ ദയിത കാമകൃതേ, ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യ, കാമകൃതേ ആഗ്രഹത്തിന് വേണ്ടി, ദയിത കാമകൃതേ കൃതേ വിമാനെ ഭാര്യയുടെ സന്തോഷത്തിനു വേണ്ടി നിർമ്മിച്ച ആ വിമാനത്തിൽ വനിതാകുല സങ്കുല നവാത്മ അനേക ദിവ്യനാരീപരിവൃതനായി. ഈ ദേവഹൂതിക്ക് ഒരുപാട് തോഴിമാരൊക്കെ ഉണ്ട്, ദിവ്യനാരിമാർ. അവരോടൊക്കെ കൂടി വളരെ സന്തോഷമായിട്ട് പരിവൃതനായി പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ അനേക ദിവ്യനാരീ പരിവൃതനായി തോഴിമാരോടൊക്കെ കൂടി അങ്ങ് സഞ്ചരിച്ച് ദാമ്പത്യ ജീവിതം അങ്ങ് ആസ്വദിച്ചു, ആഘോഷിച്ചു. അതിൽ നവാത്മാ എന്ന് പറഞ്ഞാൽ 9 പുത്രിമാർ ദേവഹൂത്യ ദേവപദേഷു വ്യഹരത്. ദേവഹൂതിയോടുകൂടി ദിവ്യഭൂമികളിൽ അങ്ങ് ക്രീഡിച്ചു. വിമാനയാത്ര ചെയ്തുകൊണ്ട് ഓരോരോ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് മറ്റോരോരോ പുണ്യസ്ഥലങ്ങളിലേക്ക് ക്രീഡകളിൽ ഏർപ്പെട്ടുകൊണ്ട് കാലം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം കർദമൻ തൻ്റെ ഭാര്യയുടെ സംപ്രീതനായി ഭാര്യയുടെ ആഗ്രഹപ്രകാരം ദിവ്യഭൂമികളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഒരു വിമാനം നിർമ്മിച്ചു. ദിവ്യ സ്ത്രീകളുടെ പരിവൃത്തി തോഴിമാരോടൊക്കെ കൂടിയിട്ട് ആ പുണ്യഭൂമികളൊക്കെ സഞ്ചരിച്ചു, ക്രീഡിച്ച് അങ്ങനെ സുഖമായിട്ട് താമസിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കുകയാണ്. സപുനസ്തദുപാസന പ്രഭാവ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദേവപദേഷു ദേവഹൂത്യ. ദേവഹൂതിയോടുകൂടി പല ദിവ്യഭൂമികളും സന്ദർശിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ നോക്കൂ. ദേവ നിന്നെ ആരാധിച്ച മാഹാത്മ്യത്താൽ കർദമനോ. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയെ കർദമൻ ഒരുപാട് കാലം ആരാധിച്ചു. അതിൻ്റെ ഒരു മാഹാത്മ്യം കൊണ്ട് ദേവഹൂതിക്കായി തീർത്തു വിമാനമൊന്ന്. ദേവഹൂതിക്കായിട്ടൊരു വിമാനം അങ്ങ് നിർമ്മിച്ചു നൽകി. ദിവ്യനാരീ സമേതനായി കർദമനും പത്നി താനും. അങ്ങനെ കർദമനും പത്നിയും കൂടിയിട്ട് ദിവ്യഭൂമികളിൽ മതി മറന്നു ചുറ്റി. മതികർന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരങ്ങനെ അതുവിധു ആഘോഷിച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഒരുപാട് കാലം സുഖമായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ അങ്ങ് പറയാം, അല്ലെങ്കിൽ വേണ്ട ഇവിടെ നിർത്താം. അടുത്ത ദിവസത്താവാം 3 ശ്ലോകങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പദങ്ങളും ഈ 14 അങ്ങനെ സുഖമായിട്ടിരിക്കട്ടെ. കർദമനും ദേവഹൂതിയും കൂടി ദിവ്യഭൂമികളൊക്കെ സന്ദർശിച്ച് മധുവിധു ആഘോഷിച്ച് സൗഖ്യമായിട്ടിരിക്കട്ടെ. അവിടെ നല്ല സ്ഥലത്ത് നമുക്ക് നിർത്താം. കർദമൻ്റെ ജീവിതം അങ്ങനെ പുഷ്പിക്കുകയാണ്. ഇനിയുള്ള കാലം
കാലം അദ്ദേഹത്തിന് 3 പുത്രിമാരുണ്ടാകുന്നു, ഒരു പുത്രനുണ്ടാകുന്നു. ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരമായ കപിലദേവൻ. ഇതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാവിധ ഭഗവത് പദങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനും സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും ഈ ശ്ലോകങ്ങൾ നാരായണീയം എന്താണെന്നൊന്ന് മനസ്സിലാക്കൂ, കഴിയുമെങ്കിൽ ആസ്വദിക്കൂ. നമുക്ക് മെല്ലെ നാരായണീയത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാം. മടിച്ചു നിൽക്കല്ലേ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ കഥകൾ അതിസാഗരം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു കാണുന്നുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഒരാളെ കൂടി ഇതിലേക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. ശ്രമിക്കൂ അതിനായിട്ട്. എല്ലാവർക്കും നന്ദി.